ഹലോ ഗായ്സ്, ഞങ്ങളുടെ നാട്ടിൽ വേമ്പണ്ണ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സപ്താഹം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സപ്താഹം. എല്ലാ ദിവസവും നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ പങ്കെടുത്ത ചില ദിവസങ്ങളിലെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു, രാവിലെ പോയിരുന്നു. അന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ഓടി വന്ന് തൊഴുതു പോകുന്നതായിരുന്നു. സർവേശ്വരി പൂജയ്ക്കായിരുന്നു പിന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ളത്. സാവധാനം ഒന്ന് ഇരുന്ന് തൊഴുത് വരാൻ പറ്റിയത് സർവേശ്വരി പൂജയ്ക്കായിരുന്നു. അപ്പോൾ അതാ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ നിലവിളക്കും അതുപോലെ വാഴയിലയും പൂക്കളൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അമ്മ ഉണ്ടായിരുന്നില്ലേ, അമ്മയ്ക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അമ്മ ബ്ലോക്കിൽ നിന്ന് വേറെ എങ്ങോട്ടോ യാത്ര പോയതായിരുന്നു, അപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും കുട്ടികൾ തറവാട്ടിൽ നിന്നു. കാരണം അവരവിടെ കൊണ്ടുവന്ന ഫുള്ള് അലമ്പായിരിക്കും. ലാസ്റ്റ് അവിടെ ഇരിക്കുന്ന പൂജ ചെയ്യുന്ന ആളുടെ അടുത്ത് നിന്ന് നല്ല ചീത്ത കേൾക്കും. അതുകൊണ്ട് തന്നെ പിള്ളേരെ തറവാട്ടിലാക്കിയിട്ടാണ് പൂജയ്ക്ക് ഇരിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നിട്ട് കുറേ ലേറ്റായിട്ടാണ് പൂജ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരുപാട് ആളുകൾ പൂക്കൾ കൊണ്ടുവരാത്ത ആളുകൾക്ക് പൂക്കളൊക്കെ തന്നിരുന്നു. ഞാനൊക്കെ കുറച്ചേ പൂക്കൾ കൊണ്ടുവരുന്നുള്ളൂ. കാരണം സ്കൂൾ വിട്ട് വന്ന് നമ്മൾ പെട്ടെന്ന് മേലൊക്കെ കഴുകി ഒക്കെ റെഡിയാക്കി എടുത്ത് വന്നപ്പോഴേക്കും കുറച്ചൊക്കെ പൂക്കളെ നമുക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാലും അവർ നമുക്കെല്ലാതും തന്നു കേട്ടോ. കുറേ പ്രായമായ ആളുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കാല് മടക്കി വെച്ചിരിക്കാൻ കഴിയാത്തവർക്ക് കാല് നീട്ടി വെച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് വലിയൊരു കാര്യമായി. കാരണം നമുക്ക് കാല് വേദന വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും ചെരിച്ചൊക്കെ വെക്കാം. അതിലൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പൂജ തുടങ്ങിയ ശേഷം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത ശേഷമായിരുന്നു പൂജ. അപ്പോൾ ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. നമുക്ക് ആ ഒരു പൂജയ്ക്കൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെ മനസ്സിലേക്ക് ലഭിക്കുക. അപ്പോൾ ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. വിളക്കിനെ നമസ്കരിക്കാം. നമുക്ക് ഭഗവാനെ നമ്മുടെ മുമ്പിൽ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദീപാരാധനയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഭജന, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ളൊരു സമാപനമായിരുന്നു. ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതി വര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. പിന്നീട് ഒരു ദിവസം നമ്മൾ പോയത് രുക്മിണി സ്വയംവരത്തിനാണ് കേട്ടോ. ശരിക്കും നമുക്ക് എന്താ പറയുക, ഒരു കല്യാണത്തിൻ്റെ ഫീലാണ്. വേമണ്ണ ദേശക്കാർക്ക് സപ്താഹം നടക്കുക എന്ന് പറയുമ്പോൾ ആ ഒരാഴ്ചക്കാലം അവർക്ക് വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസങ്ങളാണ്. കൃഷ്ണൻ്റെ ജനനവും കൃഷ്ണൻ്റെ കല്യാണം. ഇപ്പോൾ രുക്മിണി സ്വയംവരം, രുക്മിണിയായി ഒരു കന്യക വേഷമിട്ട് രുക്മിണിയുടെ ആ ഒരു രൂപം വേമണ്ണ ക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലിയോടും ആഘോഷത്തോടും കൊട്ടും ആരവും ഒക്കെ ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് സന്നിധിയിലേക്ക് പോവുകയാണ്, വേമണ്ണ ക്ഷേത്രത്തിലേക്ക്. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ, കല്യാണ പെണ്ണുങ്ങൾ എന്ന് പറയില്ലേ, അവർ തലേ ദിവസം അമ്പലത്തിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഐതിഹ്യമാണ്. ഇപ്പോൾ വേമണ്ണ ക്ഷേത്രത്തിൽ നിന്നും അവരെ താലപ്പൊലിയോടുകൂടി ഒരുപാട് താലങ്ങളും അതുകൊണ്ട് നമ്മുടെ ആ ഒരു നാദസ്വരമൊക്കെ ആയിട്ട് ശരിക്കും ഒരു കല്യാണത്തിൻ്റെ ഫീലാണ് കേട്ടോ. കൃഷ്ണൻ്റെ കല്യാണം കൂടാൻ ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞൊരുങ്ങി എത്തുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അവർ താലം എടുത്തുകൊണ്ട് വേമണ്ണ ക്ഷേത്രത്തിൽ നിന്നും വേമണ്ണ ക്ഷേത്രത്തിലേക്ക് വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മുടെ കുഞ്ഞാറ്റി ലച്ചുട്ടിയും കൃഷ്ണൻ്റെ കല്യാണത്തിന് ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കല്യാണം വേമണ്ണ ക്ഷേത്രത്തിലെത്തി ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, എന്താ പറയുക, ശരിക്കും നമുക്കൊരു കല്യാണത്തിൻ്റെ ഫീലാണ്. അതാണ് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതാണത്. രുക്മിണി
ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ചിട്ടാണ് ലാസ്റ്റ് ആ ഒരു സപ്താഹം നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത്. അവിടെയുള്ള സ്ത്രീകളൊക്കെ ഒരുപാട് കൃഷ്ണൻ്റെ കല്യാണത്തിൽ ആഘോഷിക്കുന്നത് ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് അവരുടെ ആ ആഘോഷം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം നമുക്കവിടെ ഒരു മുത്തശ്ശൻ എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഭക്തിയോട് കൂടി നാമം ചൊല്ലുന്നത് കൃഷ്ണൻ്റെ അടുത്തേക്ക് കൃഷ്ണൻ്റെ കല്യാണം നടക്കാനായി ആ ഒരു വേളയിൽ അവരുടെ ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു നാമം ചൊല്ലുന്നതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ആകർഷിച്ചു. ആ ഒരു കാര്യം ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തു. ഒരു പ്രായമായൊരു മുത്തശ്ശൻ ഭയങ്കര ശബ്ദത്തിൽ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് പാടുന്നത്, കല്യാണം ഇങ്ങോട്ട് അടുത്ത് വരുന്ന ആരവം അങ്ങനെ കൂടി വരുന്നുണ്ട്. ശബ്ദങ്ങളും ഘോഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്തേക്ക് എത്തും തോറും നമ്മുടെ ആ ഒരു ഭക്തി കൂടി ആ ഒരു എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഫീല് ഞാൻ ശരിക്കും പറഞ്ഞ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ഈ സപ്താഹത്തിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഇതാ കൃഷ്ണൻ ഒരുങ്ങി രുക്മിണിയെ കാത്തിരിക്കുകയാണ്. മെല്ലെ മെല്ലെ മല്ലലോചന നാരായണ 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 രാധ ഗോവിന്ദ നാരായണ 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 നാരായണ. സ്വയംവരം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിട്ടില്ല. ആ രീതിയിലല്ല ഇവിടെ കഥ നടക്കുന്നത്. ഇത് വളരെ വലിയൊരു യുദ്ധവും ആ യുദ്ധത്തിൻ്റെ ബാക്കിയായിട്ട് നടന്ന വലിയൊരു ബഹളങ്ങൾക്കൊക്കെ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയേ മേ കുരുദ്വാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ദൃഷ്ട്വാ കൃഷ്ണം ശ്രീയപതി. ഭഗവാൻ ശ്രീപതിയായിട്ട് ലക്ഷ്മി നാരായണന്മാരായിട്ട് ആ രുക്മിണി കൃഷ്ണന്മാരെ ദേവന്മാർ പോലും ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്ത് സ്തുതിക്കുന്നതായ രംഗമാണത്. ദൃഷ്ട്വാ കൃഷ്ണം ശ്രീയപതിം. ഹരേ രാമ ഓം തത്ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഗോവിന്ദനാമ സങ്കീർത്തനം. അങ്ങനെ ഭഗവാന്റെ വിവാഹ രംഗം കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും അങ്ങനെ കുറച്ച് സമയം കൂടി കൃഷ്ണൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ച് ആഘോഷ പരിപാടികൾ കൂടി നൃത്തച്ചുവടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളവിടെ ഒരു തിരുവാതിരയ്ക്ക് അരങ്ങേറി. അതിൻ്റെ ഇടയിൽ പ്രസാദ വിതരണമൊക്കെ നടന്നിരുന്നു കേട്ടോ. പ്രസാദം, മധുരം, ലഡു ഒക്കെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നൽകിയിരുന്നു. അതിൻ്റെ ശേഷം ആരവാരങ്ങളൊക്കെ വീണ്ടും കുറച്ച് നേരം തുടർന്ന ശേഷം വീണ്ടും നമ്മളവിടെ ഒരു തിരുവാതിര അരങ്ങേറുകയുണ്ടായി. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അന്നത്തെ ആ ഒരു പരിപാടികളൊക്കെ സമാപനം കുറിച്ചത്. അതിനുശേഷം പിന്നെ വീണ്ടും അടുത്ത ദിവസം പുലർച്ചെ വീണ്ടും കൂട്ടപ്രാർത്ഥനയൊക്കെ ആയിട്ട് വീണ്ടും പ്രഭാഷണമൊക്കെ ആരംഭിക്കുകയാണ് ഉണ്ടാവുക. പ്രസാദമൊക്കെ നമുക്ക് ലഭിച്ചത് അതിൻ്റെ ഇടയിൽ ലഭിച്ചിട്ടില്ല കേട്ടോ. പ്രസാദമൊക്കെ നമുക്ക് തിരുവാതിരക്കളുടെ ശേഷമാണ് നമ്മൾ ക്യൂ ആയി കൊണ്ട് വാങ്ങിച്ചത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കസിൻസൊക്കെ ഞങ്ങളെല്ലാവരും കല്യാണത്തിനൊക്കെ നല്ല ആഘോഷത്തിൽ സൂപ്പർ സാരി കൊടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളൊരു ഇൻസിഡൻസ് എന്ന് പറയാൻ എല്ലാവരും ഒരേപോലെ സാരി കൊടുത്ത് വന്നിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതം, രസമായിരുന്നു. എന്തായാലും നമ്മുടെ വീട്ടിലൊരു അംഗത്തിൻ്റെ ഒരു കല്യാണമൊക്കെ നടക്കുന്നൊരു ഫീലാണ് നമുക്കപ്പോൾ തോന്നിയത്. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡും രാവിലെ ചായ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി അംഗനവാടിയിൽ നിന്ന് ലച്ചുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ടീച്ചർ കൊണ്ടുവരും.
അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവരോട് ഉച്ചയ്ക്ക് അവരുടെ വക ഒരു പാട്ടൊക്കെ ഉണ്ടാകുന്നു. ആ പാട്ടാണിത്. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ആ ഒരു പാട്ടോട് കൂടി നമ്മുടെ ഈ ഒരു സപ്താഹത്തിൻ്റെ കുറച്ച് വീഡിയോകൾ ഇത്രയേ ഉള്ളൂ, അവസാനിക്കുകയാണ്. ഇനി അടുത്ത വർഷത്തെ സപ്താഹത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.